ഹലോ, ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ് കേട്ടോ. നൈറ്റാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഞങ്ങളുടെ അടുത്ത ക്വാർട്ടേഴ്സിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. പുള്ളിക്കാരി ഒരു മലയാളിയാണ്. നാട്ടിൽ ആലപ്പിയിലാണ് കേട്ടോ പുള്ളിക്കാരി താമസിക്കുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി, ഏട്ടനും റെഡിയായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി. അധികം ആരെയും ഫംഗ്ഷനൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. ഇവിടെയുള്ള കുറച്ച് മലയാളീസ് മാത്രമേ ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവരുടെ ക്വാർട്ടേഴ്സിലെത്തി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും എല്ലാവരും പണിയൊക്കെ തീർത്തിട്ട് റെഡി ആവാൻ വേണ്ടി പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് വന്നു. ചേച്ചിയും റെഡിയായി. ചേച്ചിക്ക് കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ ഈ റൂം കിട്ടിയിട്ട്. അവർ ഔട്ട് ലീവിങ് ആയിരുന്നു. ഇപ്പോഴാണ് 2-3 ദിവസമേ ആയിട്ടുള്ളൂ അവർക്ക് അകത്ത് ക്വാർട്ടേഴ്സ് കിട്ടിയത്. അപ്പോൾ ഒരു പാലുകാച്ചി വീടിൻ്റെയൊക്കെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ആ ഒരു പെയിൻറ്റിൻ്റെ മണവും അതും ഇതുമൊക്കെ. ഈ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിക്ക് സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾ ഈ കേക്ക് കൊടുത്തതൊക്കെ. സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ ബർത്ത്ഡേ തലേ ദിവസമായിരുന്നു. പക്ഷെ അന്ന് ഈ പരിപാടി സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിറ്റേ ദിവസമാണ് നമ്മൾ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തത്. അങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. സൂര്യ ചേച്ചി കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളെല്ലാം കൂടി ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ റെഡിയാക്കി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി ശരിക്കും സർപ്രൈസ് ആയി കേട്ടോ ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തത്. ആളൊട്ടും വിചാരിച്ചില്ല. ഞങ്ങൾ പുതിയ വീട് കാണാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു ഇതിലാണ് ഞങ്ങൾ വീട്ടിലോട്ട് ചെന്നത്. പക്ഷെ ബർത്ത്ഡേ പാർട്ടി ആണെന്ന് ആൾ വിചാരിച്ചില്ല. ഈ ഗിഫ്റ്റ് കണ്ടോ? ഈ ഗിഫ്റ്റ് ചേട്ടൻ ചേച്ചിക്ക് കൊടുത്തതാണ്. പിന്നെ ഇതാണ് കേട്ടോ എല്ലാവരും കൂടെ വാങ്ങിക്കൊടുത്ത ആ ഒരു ഗിഫ്റ്റ്. ഒരു ഫോട്ടോ ഫ്രെയിമാണ്, രണ്ടുപേരെയും കൂടെ ഫോട്ടോ ഉള്ള ഒരു ഫ്രെയിം. പിന്നെ ഈ നീല ബോക്സ് കണ്ടല്ലോ, അത് ചേട്ടൻ ചേച്ചിക്ക് കൊടുത്തതാണ്. ഒരു ലൈറ്റ് കത്തുന്ന ഒരു സംഭവമാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇനിയാണല്ലോ മെയിൻ പരിപാടി, ഫുഡ് അടിക്കുക. അതിന് മുന്നേ ചേട്ടൻ കേക്കൊക്കെ വീതിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചിക്കൻ കറിയും ബിരിയാണിയായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ ഫുള്ളാക്കി. അപ്പോഴേക്കും സമയം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ എല്ലാവർക്കും ഡ്യൂട്ടിക്കും PT ഒക്കെ പോകേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ വേഗം ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.